ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം അടുത്ത് നടക്കാണ്ടിരിക്കുന്ന ജൂലൈയിലാണ്. ജൂലൈ ലാസ്റ്റ് ആയിരിക്കും, 2025 ജൂലൈ ലാസ്റ്റ് ആയിരിക്കും നമുക്കിനി എക്സാം വരാൻ ചാൻസ് ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം കൃത്യമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 28 തീയതി, ഏപ്രിൽ 28 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിലവിൽ മെയ് 28 വരെയാണ് രജിസ്ട്രേഷൻ്റെ ടൈം. ചിലപ്പോൾ മാറ്റമൊക്കെ വരാം, എങ്കിലും മെയ് 28 വരെയാണ് നമുക്ക് നിലവിൽ രജിസ്ട്രേഷനുള്ള ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് ആപ്ലിക്കേഷൻ നമ്മൾ ഡേറ്റാസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമ്മൾ ഒന്നും പ്രശ്നം നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടൈമുണ്ട്. അതായത് നമുക്ക് മെയ് 29 മുതൽ 31 വരെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ആ സമയം അത് യൂസ് ചെയ്യണം. അത് നിങ്ങൾ കയറി നോക്കണം, എന്തെങ്കിലും രീതിയിൽ അതിനകത്ത് നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഇത്തവണ പാസ്സായ ഒരുപാട് പേര്, നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ്സായ ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷനിൽ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാൽ നമ്മൾ ആ ഒരു കാര്യം വിടരുത്. അതൊന്ന് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ടെസ്റ്റിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് എന്ന് പറയുന്നത് ഒത്തിരി വിദൂരത്തുള്ളൊരു കാര്യമൊന്നുമല്ല. സെറ്റിൻ്റെ പാറ്റേൺ ഒക്കെ മാറി എന്ന് പറയുമ്പോഴും നല്ല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാടുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ കഴിഞ്ഞ ബാച്ചിൽ ഹൈംസ് അക്കാഡമിയിൽ നല്ല റിസൾട്ടായിരുന്നു. വെച്ചാൽ ഒരുപാട് കുട്ടികൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ടും പേപ്പർ 1 ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് കൊമേഴ്സ് മാത്രമാണുള്ളത്. പേപ്പർ 1 നമുക്ക് ഓൾറെഡി ഒരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ അതിനകത്തുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു ക്രാഷ് കോഴ്സ് പോലെ 15ഓളം ലൈവ് സെക്ഷനിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം എടുത്ത് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം നമ്മളുടെ എക്സാമിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഏരിയ, അതിനകത്ത് നമ്മൾ സൈക്കോളജിയും ഫിലോസഫിയും കമ്മ്യൂണിക്കേഷനും സോഷ്യോളജി ഒക്കെ വരുന്ന അതിൻ്റെ അകത്താണ്. ദെൻ ഇത് കൂടാതെ കറണ്ട് അഫെയറും ജി കെയും വരുന്ന മറ്റൊരു ഏരിയ ഉണ്ട്. അപ്പം കറണ്ട് അഫെയറും ജി കെയും വരുന്ന ഏരിയയിൽ നമുക്ക് അധികം ഒന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ അതുപോലെ തന്നെ നമ്മളുടെ കറണ്ട് അഫെയർ സെക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും അതിനകത്ത് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ കവർ ചെയ്ത ഏരിയയിൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു 58 മാർക്കൊക്കെ അത്യാവശ്യം ആ ഏരിയയിൽ നിന്ന് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ 60 മാർക്ക് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. കാരണം ജി കെ എന്ന് പറയുന്നത് കടലാണ്, അതിനകത്ത് മുഴുവൻ നമുക്ക് കവർ ചെയ്തെടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അവിടെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഏരിയാസൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ടഫായിട്ടുള്ള എക്സാമും വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ഇഷ്ടംപോലെ കുട്ടികളാണ് ഈ ലൈവ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്ത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. മുന്നേ ഉള്ള വീഡിയോസിന്റെ കമന്റ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ടെസ്റ്റിമണികളൊക്കെ ഈ കഴിഞ്ഞ എക്സാം, ലാസ്റ്റ് എക്സാമിന് ആഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റിമണികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും നമ്മൾ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ, കൃത്യമായിട്ട് പഠിക്കാൻ, അതും സിമ്പിളായിട്ട് പഠിക്കാൻ, നിങ്ങൾ തന്നെ ഇരുന്നിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു ഫീസിൽ, ഇനി വലിയ ഫീസ് ആവുമെന്ന് ഓർക്കേണ്ട ആവശ്യമില്ല, വളരെ ചെറിയൊരു ഫീസിൽ അതിരാവിലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ ലൈവായിട്ടിരുന്ന് പഠിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു, പഠിക്കുന്നു, അതിനുശേഷം ആ ക്ലാസ് തരുന്നു, അതിൻ്റെ എക്സാം തരുന്നു. വളരെ കൃത്യമായിട്ട് നമുക്ക് വീണ്ടും നമ്മളിത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവസാനം നമ്മൾ കുറേയധികം മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്ത് ദെൻ ലാസ്റ്റ് ടൈമിൽ നമ്മളുടെ കറണ്ട് അഫെയർ ഒന്നും കൂടെ കണ്ട് വളരെ കൃത്യതയോടെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പം വളരെ ചെറിയൊരു ഫീസ്, വളരെ എഫക്റ്റീവായിട്ടൊരു ക്ലാസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ പേപ്പർ 1 കുറിച്ച് ഒട്ടും വറിഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ പഠിക്കുന്നതിനും വളരെ വൃത്തിയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.